തിരഞ്ഞെടുപ്പിന് ശേഷം ചിലയിടങ്ങളിൽ നിന്ന് ഉയർന്ന ചോദ്യം ഇതാണ്: തിരുവനന്തപുരം കാവിയായില്ലേ? അപ്പോൾ മറ്റു ചില ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെയും ചോദിച്ചു: മലപ്പുറം പച്ചയായില്ലേ? ഒരു ജില്ല കാവ്യവൽക്കരിക്കപ്പെടുന്നു, മറ്റൊരു ജില്ല പച്ചവൽക്കരിക്കപ്പെടുന്നു. രണ്ടും വർഗീയ പ്രതീകമായി മാറുന്നു. നിങ്ങൾക്കൊരു ജില്ല കൊണ്ട് കേരളം ഭരിക്കാൻ പറ്റുമോ? തിരുവനന്തപുരത്ത് കാവ്യവൽക്കരിക്കപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും ആഘോഷിക്കപ്പെട്ടു. അവർ പറഞ്ഞു, കേരളം പിടിച്ചു, ചെങ്കോട്ട പൊട്ടി, അവിടെ BJP കൊടി നാട്ടി. അതുപോലെയാണ് മലപ്പുറത്തെ വിജയം എന്ന് പറയുന്നത്. അതൊരു പച്ച വിജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. രണ്ടും വർഗീയ പ്രതീകത്തിൻ്റെ വിജയമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. നമുക്ക് പൊതുവെ ചോദിക്കാവുന്ന ചോദ്യം ഇതാണ്: കാവ്യവൽക്കരിക്കപ്പെട്ട തിരുവനന്തപുരം കൊണ്ട് നിങ്ങൾക്ക് കേരളം പിടിക്കാൻ പറ്റുമോ? പച്ചവൽക്കരിക്കപ്പെട്ട മലപ്പുറം കൊണ്ട് കേരളം ഭരിക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഇതിന് രണ്ടും സാധ്യമല്ല. കാരണം അതിനപ്പുറം ഒരു മതേതര സമൂഹം ഉയർത്തുന്ന രാഷ്ട്രീയവും കേരളത്തിൽ ശക്തമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ ഈ കാവ്യവൽക്കരണവും പച്ചവൽക്കരണവും കാട്ടി നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെയും പരാജയങ്ങളെയും വിലയിരുത്താനാവില്ല. ഇതിനപ്പുറത്തെപ്പുറത്ത് ആണ് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യം കണ്ടെത്തേണ്ടത്. വരാൻ പോകുന്ന നിയമസഭയെ എങ്ങനെയായിരിക്കും കേരളീയ ജനത മാറ്റി എഴുതുക? കാത്തിരിക്കേണ്ടതാണ്.